അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. റമദാനിൽ എൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ അന്നത്തെ ദിവസമില്ലേ ഞാൻ അത്താഴത്തിന് എണീച്ചിട്ട് കിടക്കാനൊന്നും നിന്നിട്ടില്ല. കാര്യം എനിക്ക് കുറേ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിട്ടുണ്ടായിനി. കിടന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തായാലും ഒരു 10-11 മണിയാവും എണീക്കാൻ വേണ്ടിക്ക് നോമ്പെല്ലാം ആകുമ്പോൾ. അതുകൊണ്ട് പിന്നെ കിടക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു വേഗം ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ രാവിലെ കിച്ചൺ ക്ലീനിങ്ങും പിന്നെ തുടക്കലും നലക്കാനിടലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ബെഡ്ഷീറ്റും മാറ്റാൻ ബെഡ്ഷീറ്റും ഇരിക്കാൻ വേണ്ടിക്ക് വന്നതാണ്. സത്യം പറഞ്ഞാലേ ഞാനിന്ന് വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. രാവിലെ എണീച്ച് അത്താഴെല്ലാം കഴിച്ച് പിന്നെ കുട്ടികൾക്കെല്ലാം കിടന്ന് ഞാൻ വിചാരിച്ചു വേഗം ക്ലീനിങ് ചെയ്യാമെന്ന്. കാര്യം അത്താഴത്തിന് എണീച്ചാൽ ഞാൻ എന്തായാലും കിച്ചണ് ക്ലീനാക്കും, എന്നിട്ട് സെൻട്രാളും കിച്ചണും മാത്രം ഒന്ന് തുടച്ചെടുക്കലുണ്ട് സാധാരണ. ഇന്നാന്നുണ്ടെങ്കിൽ ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ടായിട്ടുണ്ടായിനി. അപ്പം അത്താഴത്തിന് എണീച്ച ടൈം രാവിലെ ടൈം ആകുമ്പോൾ വേഗം പണി സ്പീഡായിട്ട് പോവും. അപ്പം വേഗം തുടക്കലും കാര്യങ്ങളും എല്ലാം കഴിച്ച് എന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുമ്പം അന്നേരം വിചാരിച്ചു ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. കാര്യം അന്നേരം ഞാനൊരു മെസ്സേജ് കണ്ട വാട്സപ്പിൽ, എന്താ ഇപ്പോൾ വീഡിയോസൊന്നും ഇല്ലാത്ത മിസ് ചെയ്യുന്നെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന്. കാര്യം റമദാനെല്ലാം ആയതുകൊണ്ടില്ലേ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, സാധാ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം തന്നെ നല്ല പണിയാണ്. അത് ഇപ്പം നമ്മൾ നോമ്പ് നോറ്റിട്ട് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ടയർഡാവും. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലോണം ടയർഡാവും. അതുകൊണ്ടാണ് ചെയ്യാത്ത. കാര്യം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് ഞാനൊരു വിധത്തിലായിട്ടുണ്ടായിനി. അപ്പം നേരെ വിചാരിച്ചതാണ് ഇപ്രാവശ്യം വീഡിയോസൊന്നും ചെയ്യണ്ടാന്ന്. അങ്ങനെ പിന്നെന്താ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചിടലാണ്. മാഷാ അല്ലാഹ് ഭയങ്കര നമ്മൾ ഈ വീടെല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ടില്ലേ എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടിക്ക് ബെഡ്ഷീറ്റിനെല്ലാം എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടിക്ക് അടിച്ചു കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ ബുഹൂർ അങ്ങനെ എന്തെങ്കിലും കത്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും. അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബെഡ്ഷീറ്റെല്ലാം മാറ്റുമ്പോഴുള്ള ഒരു മാഷാ അല്ലാഹ് അത് ഭയങ്കര സുഖമല്ലേ. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കാം, ഒരു പ്രത്യേക ഫീലായിരിക്കും. നമ്മൾ പുതിയ വീട്ടിൽ വന്നൊരു ഫീലായിരിക്കും. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആശ്വാസം എനിക്ക് കിട്ടലുണ്ട്. എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യാണ്ടിരിക്കുമ്പം എന്തോ പോലെയാണ് തോന്നൽ. അതുകൊണ്ട് ഞാൻ ക്ലീനിങ്ങിന് കുറച്ച് ടൈം എന്തായാലും കണ്ടെത്തലുണ്ട്. ഭയങ്കര ആശ്വാസം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുക്കുന്ന ടൈമിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ കാണാൻ വേണ്ടിക്ക്. അങ്ങനെ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം വിരിച്ചിടലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഉക്കാക്കൊന്ന് കണ്ണൂർ പോകാനുണ്ടായിട്ടുണ്ടായിന്. കാര്യം 2 മാസം മുന്നേ നമ്മളൊരു കാര്യം ഇങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അത് എത്തിയെന്നെല്ലാം പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം, അങ്ങനെ പോകാനുണ്ടായിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാഹ് എന്താണെന്നെല്ലാം ഞാൻ പറയട്ടെ. ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാലും എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. എന്താ പറയുക, കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ച് തിരക്കിലാണ് ഉണ്ടായിട്ടുണ്ടായിനി. തിരക്കുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടാക്കണം. കാര്യം എനിക്കാലും കാക്കാലും നോമ്പിൻ്റെ ടൈം പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ ഇഷ്ടം കുറവാണ്. അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് എല്ലാം ചെയ്തിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പില്ലേ എനിക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിനെ. അത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇൻഡസ് വാലിൻ്റെ കുറേ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നേയും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. കാസ്റ്റ് ചെയ്യേണ്ട തവയാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നലുണ്ട് ഇവരെ ഓരോ പ്രൊഡക്റ്റും. ഇവരെ പ്രൊഡക്റ്റിൽ നമുക്ക് സീസണിങ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇവർ പ്രീ സീസണിങ് ചെയ്തിട്ടാണ് നമുക്ക് ഇവരെ പ്രൊഡക്റ്റ് അയച്ചു തരാം. നല്ല ഫിനിഷിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് തലമുറകളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാനും കാര്യങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കേണ്ടി വരും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി കൂടും. ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയല്ലേ നല്ലത്. ഈ ബോക്സിൽ തന്നെ ഇവരുടെ യൂസർ മാനുവലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു എന്താ പറയുക, ഇൻഡസ് വാലിൻ്റെ തന്നെ ഒരു ലെറ്റേഴ്സും നോട്ടീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ 2 തവയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ളതും പിന്നെ നമ്മുടെ ഓറോട്ടിയെല്ലാം ചുടാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ളത് വേറെ എത്തും. എനിക്ക് പൊതുവേ ഞാൻ ഇവരെ എന്താ പറയുക ഒരു കടായി വാങ്ങിയിട്ടുണ്ടായിനെ ഒരു 2 വർഷം മുന്നേ. കടായി മാത്രമല്ല പാനും കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. പക്ഷെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിനെ കടായും കാര്യങ്ങളെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സാധാ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സീസണിങ് ചെയ്താലും ഒട്ടിപ്പിടിക്കലും കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവില്ലേ. പക്ഷേ ഇവർ റെഡി കുക്ക് എന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക്
സീസണിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് എടുത്ത് കഴുകി ക്ലീനാക്കി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ശേഷം ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഒരു തുരുമ്പിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് നല്ലോണം കഴുകിയെടുക്കലാണ്. ഇനിയിപ്പം ഈ ഒരു 2 തവയും നല്ലോണം കഴുകി ക്ലീനാക്കി ഒരു സ്പോഞ്ച് വെച്ചിട്ട് നല്ലോണം കഴുകി ക്ലീനാക്കി ഇനിയിപ്പം ഒരു ഉണങ്ങിയ ടവൽ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ കൊണ്ടോ നല്ല വൃത്തിക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം കളയുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്യുക. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ തന്നെ കാസ്റ്റ് ചെയ്യാണ്ട് തന്നെ ഒരു കടായി ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്, അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം കേട്ടോ. അതും അടിപൊളി തന്നെയാണ്. വേണ്ടവരില്ലേ ഇപ്പം തന്നെ പോയിട്ട് വാങ്ങിക്കോ, അടിപൊളിയായിട്ടോന്ന്. ഇത് നമ്മൾ വാങ്ങിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നഷ്ടം വരാനൊന്നുമില്ല. നമുക്ക് തലമുറകളായിട്ട് കൈമാറാൻ പറ്റുന്ന പാത്രങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും കൂടിയാണ് കേട്ടോ ഇത്. നമുക്കിപ്പം ബ്രെഡ് സാൻഡ്വിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രിൽ ടൈപ്പ് വരുന്ന ഒരു തവ അതിനാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. ഇനിയിപ്പം ഞാനിതിൽ ചപ്പാത്തി ചുട്ടിട്ട് കാണിക്കാം. ഇത് കുറച്ച് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഫുഡ് ഐറ്റംസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അധികം ഗ്യാസിൻ്റെ യൂസേജും കാര്യങ്ങളെല്ലാം കുറവാണ്. കാര്യം പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ട് തന്നെ ചൂട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐറ്റംസ് എല്ലാം കുക്കാക്കി എടുക്കാനും പറ്റും. ഇനിയിപ്പം ഞാനില്ലേ ഇഫാ ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ മുന്നേ ഇഫാ ചിക്കൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഇഫാ ചിക്കൻ റെസിപ്പിന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഞാനിതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കണ്ണൂരൊന്ന് പോകാനുണ്ടെന്ന്. ഇനിയിപ്പോൾ ഇത് ആ ചിക്കനെല്ലാം റെഡിയായി ഞാൻ ആ ഒരു ചീസിൻ്റെ ക്രീം ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരെന്തായാലും കണ്ടോക്കട്ടോ. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഒന്നും കറീൻ്റെ ആവശ്യമില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതാ അതും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫലഫിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് മാവെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. അതിനെ എന്താ പറയുക, മാവല്ല കടലെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിനി. അപ്പം ഫലാഫിലിൻ്റെ റെസിപ്പിയും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതും ഇർഫാന ഷംഷീർ ഫലാഫിൽ റെസിപ്പിന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും. പിന്നെ ഈ ഒരു തവൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഇൻഡസ് വാലിൻ്റെ തന്നെ ഒരു കടായി ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് മുന്നേന്ന്. അപ്പം അതിതാണേ. അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ. ഞാനിപ്പം 3 സെറ്റായിട്ടുള്ള ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു കടായി, പിന്നെ ഒരു തവ, പിന്നെ ഒരു ഫ്രൈ പാന്, അങ്ങനെ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ബോക്സിൽ തന്നെ യൂസർ മാനുവലും പിന്നെ അവരുടെ തന്നെ ഒരു ലെറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. യൂസർ മാനുവൽ ഇതിൽ എങ്ങനെ യൂസ് ചെയ്യുക കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ലെറ്ററും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻഡസ് വാലിയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. എന്താ പറയുക, മുമ്പും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന് എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് അറിയുണ്ടാവും. ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് കാസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കുക്ക് വെയർ സെറ്റാണ്. കാസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കുക്ക് വെയർ സെറ്റ് വാങ്ങണമെന്ന് പണ്ടേ വിചാരിക്കുന്നുണ്ടായിട്ടുണ്ടതിന്. കാര്യം നമ്മൾ സാധാ വാങ്ങുമ്പം എന്താ പറയുക, സീസണിങ് എല്ലാം ചെയ്യണ്ടേ. പക്ഷേ ഈ ഇൻഡസ് വാലിയിൽ നിന്ന് എല്ലാ ഈ ഒരു പ്രൊഡക്റ്റിനൊന്നും സീസണിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പ്രീ സീസൺഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് വരുന്നത്. അപ്പോൾ ഞാനെല്ലാം ഓപ്പൺ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇതിപ്പം കയ്യിലാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി ഓപ്പൺ ആക്കി കാണിക്കാം. പിന്നെ ഇവരുടെ പാക്കിങ് പറയാതിരിക്കാൻ വയ്യ. നല്ല സേഫായിട്ടാണ് ഇവർ പാക്ക് ചെയ്തിട്ട് ഇവരുടെ പ്രൊഡക്റ്റ് അയച്ചു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെയല്ലേ ഈ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്കത് സീസണിങ്ങെല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്കധികം മടിയല്ലേ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങാൻ തീരുമാനിച്ചതും. പിന്നെന്താ, അപ്പോൾ ഇതാ ആദ്യം ഒരു തവ, പിന്നെ ഇതാ ഒരു പാനുണ്ട്, ഫ്രൈ പാനുണ്ട്, അതുപോലെ തന്നെ ഒരു കടായുമാണ് വാങ്ങിയിട്ടുള്ളത്. ആ ഒരു തവയും കടായിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് സാധാ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്തിട്ട് അപ്പങ്ങൾ എന്താ പറയുക, നമ്മൾ ദോശയും കാര്യങ്ങളെല്ലാം ചുടൂലേ, അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ. ഇതെല്ലാം ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിലും എത്രയോ ഹെൽത്തിയാണ്, സേഫാണ് ഈ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റ്. അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ കാസ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് എല്ലാം തന്നെ എന്താ പറയുക, ടോക്സിൻ ഫ്രീ ആണ്. അതുപോലെ ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സാധാ പറയുക നോൺ സ്റ്റിക്ക് പാത്രങ്ങളെല്ലാം യൂസ് ചെയ്യുമ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ അത് മാറ്റേണ്ടി വരുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം. നമുക്കും നമ്മുടെ തലമുറക്കെല്ലാം യൂസ് ചെയ്യാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന് വെള്ളത്തിൻ്റെ അംശം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് എല്ലാം തുടച്ചെടുത്തിട്ട് മാത്രം സൂക്ഷിക്കാം. എന്നാൽ നമുക്ക് ലൈഫ് ലോങ് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ
ഇത് കഴുകുന്നതും കൂടി ഞാൻ കാണിക്കാം. കഴുകിയിട്ട് യൂസ് ചെയ്യുന്നതും കൂടി കാണിക്കാം. നമ്മൾ സാധാ പാത്രങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ കഴുകിയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് ഇത് യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പാത്രങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് വേണ്ടവർക്ക് നിങ്ങൾ IRFA12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ കാസ്റ്റ് അയൺ പാത്രങ്ങൾ 100% ടോക്സിൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി. അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റ് അയൺ പ്രൊഡക്റ്റിലെ നേച്ചർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെയുള്ള കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ ഉണ്ടാക്കിയാലാണ്. പിന്നെ ഇൻഡസ് വാലിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക് വെയർ സെറ്റ് ഉണ്ട്. അതിൻ്റെ തന്നെ കുക്ക് വെയർ സെറ്റ്, കടായി, ഫ്രൈ പാന്, ബിരിയാണി പോട്ട്, സോസ് പാന്, മൾട്ടി പോട്ട്, പുട്ടു മേക്കർ, മിൽക്ക് കുക്കർ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാസ്റ്റ് അയണിൽ വരുവാണെങ്കിൽ തവ വരുന്നുണ്ട്, കടായി, ഫ്രൈ പാന്, പനിയാരം പാന്, ഗ്രിൽ പാന്, അപ്പം പാന്, പിന്നെന്താ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്തോ. നമുക്ക് നമ്മളൊരു പാത്രം വാങ്ങുകയാണെങ്കിൽ കുറേ കാലം യൂസ് ചെയ്യലല്ലേ നല്ലത്. അതുപോലെ തന്നെ ഇത് നല്ല വെയിറ്റ് ഉള്ളതാണ്, വെയിറ്റുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചൂടാവാൻ താമസിക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചൂടാവും കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉണങ്ങിയതിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് നമ്മൾ യൂസ് ചെയ്യും മുമ്പേ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കൽ നല്ലതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ 2 ഭാഗത്തും ഓയിലൊന്ന് പാനൊന്ന് ചൂടാക്കിയിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് വെള്ളത്തിൻ്റെ അംശം മൊത്തത്തിൽ തുടച്ചെടുത്തിട്ട് ഇതുപോലെ ഓയിൽ എല്ലാ ഭാഗത്തും ബ്രഷോ അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പുരട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ കഴുകുമ്പം സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് കഴുകണമെന്നൊന്നും ഇല്ല, ജസ്റ്റ് നമുക്ക് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെ കഴുകാൻ പറ്റും. പാത്രങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. കാര്യം ഇൻഡസ് വാലിൻ്റെ 10th ആനിവേഴ്സറി സെയിലിൻ്റെ ഭാഗമായിട്ടില്ലേ up to 50% പ്ലസ് ഫ്ലാറ്റ് 12% ഓഫർ ഉണ്ട്. എൻ്റെ കോഡായ IRFA12 നിങ്ങൾക്ക് യൂസ് ചെയ്തതിനാൽ. അപ്പം കോഡ് മറക്കണ്ട. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ വെള്ളക്കടലയില്ലേ അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ടായിന്. ഇതിൻ്റെ റെസിപ്പി ഇർഫാന ഷംഷീർ ഫലാഫിൽ റെസിപ്പി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഒരു പാർട്ടി വ്ളോഗിലെങ്ങാനും ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാം ചുട്ടെടുക്കലാണ്. ഫലാഫിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും, നല്ല ടേസ്റ്റ് അല്ലേ. ഇതിപ്പം ഒരു സാൻഡ്വിച്ച് ടൈപ്പിലാക്കി കഴിഞ്ഞാലും റോൾ ചെയ്തിട്ടുണ്ടാക്കി കഴിഞ്ഞാലെല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതെല്ലാം ഉണ്ടാക്കിയെടുക്കലാണ്. ഫലാഫിലെല്ലാം റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ കുക്കാക്കി എടുക്കണേ, എന്നാൽ മാത്രമേ ഉൾഭാഗം നല്ലോണം കുക്കായിട്ട് വരും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് പല ഷേപ്പിൽ ഉണ്ടാക്കലുണ്ട്, ബോൾസ് ആക്കിയിട്ടുണ്ടാക്കും അങ്ങനെ. പിന്നെന്താ, അപ്പോൾ ഇത് സിമ്പിളാണ്. വീഡിയോ നോക്കാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ വെള്ളക്കടല ഉണ്ടാവുമല്ലോ, ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഉള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയില, ഒരു കൈപ്പിടി നിറയെ മല്ലിയില, വെളുത്തുള്ളി, തഹീനി പേസ്റ്റ്, അതുപോലെ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തത്, കുറച്ച് ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കുന്നതാണ്, ഒന്ന് ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പോയിട്ടെല്ലാം വന്നിട്ടുണ്ടായിനി. അപ്പോഴേക്കും ബാങ്ക് കൊടുക്കുന്ന സമയമെല്ലാമായി. നമ്മളെല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തിനാ പോയേ കാര്യമൊന്നുമല്ല, ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിലെല്ലാം ഷെയർ ആക്കാം. ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. അന്നത്തെ ദിവസം നല്ല തിരക്കുള്ള ദിവസം ഉണ്ടായിട്ടുണ്ടായിന്, അതുകൊണ്ട് റെസിപ്പി ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി ഫലാഫിലിനെ കൊണ്ട് തന്നെ അങ്ങനെ സിമ്പിൾ ഒരു നോമ്പ് തുറയാണ്. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.